ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു രാവിലേക്ക് സ്വാഗതം. പുതുവത്സരം പിറന്നിട്ട് ഇത് 3-ാം ദിവസമാണ്. അപ്പോൾ നല്ലൊരു വീക്കെൻഡ് കൂടി ആശംസിച്ചുകൊണ്ട് തുടങ്ങിയാണ് വാർത്താ ദിനത്തിലേക്ക്. നമുക്ക് നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ എന്തൊക്കെയാണ്. മുൻ മന്ത്രി ആന്റണി രാജു പ്രതിയായ തൊണ്ടിമുതൽ കേസിൽ വിധി ഇന്ന്. നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധി പറയുന്നത് 35 വർഷത്തിനു ശേഷം കേസിൽ വിസ്തരിച്ചത് 19 പേരെ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കം വിലയിരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കളക്ടർമാരുടെയും ജില്ലാ പോലീസ് മേധാവിമാരുടെയും യോഗം വിളിച്ചു. SIR-ൽ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗവും ചേരും. BJP കോർ കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കം വിലയിരുത്തും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടപ്പാക്കേണ്ട വികസന പദ്ധതികളിലും ചർച്ച. ദൃശ്യവധക്കേസ് പ്രതി വിനീഷിനെ ഇനിയും കണ്ടെത്താൻ കഴിയാതെ പോലീസ്. ഇതര സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു. പ്രതി രക്ഷപ്പെട്ടത് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന്. ഇറാനിലെ പ്രതിഷേധങ്ങൾക്കിടെ അമേരിക്കയുടെ ഇടപെടൽ. പ്രതിഷേധക്കാർക്ക് നേരെ വെടിവെച്ചാൽ ഇറാനെതിരെ നേരിട്ടിറങ്ങുമെന്ന് ട്രംപ്. യുദ്ധത്തിലേക്ക് പോകേണ്ടി വരുമെന്ന് ഇറാന്റെ മറുപടി. രാവിലെ വിശദമായി നോക്കുമ്പോൾ മുൻ മന്ത്രിയും MLA-യുമായ ആന്റണി രാജു പ്രതിയായ തൊണ്ടിമുതൽ കേസിൽ തിരിമറി കേസിൽ വിധി ഇന്നാണ്. നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക. 35 വർഷത്തിന് ശേഷമാണ് വിധി പറയുന്നത്. കേസിൽ കോടതി ക്ലർക്കായ ജോസ് 1-ാം പ്രതിയും ആന്റണി രാജു 2-ാം പ്രതിയുമാണ്. ലഹരിക്കടത്തിൽ പിടിയിലായ വിദേശിയെ രക്ഷിക്കാൻ തൊണ്ടിമുതലായ അടിവസ്ത്രം വെട്ടിച്ചുരുക്കി കൃത്രിമം നടത്തിയെന്നാണ് കേസ്. തുടർന്ന് പ്രതി കേസിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയായിരുന്നു. പിന്നാലെ മറ്റൊരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലായ ഇയാൾ സഹതടവുകാരനോട് ഇക്കാര്യം തുറന്നു പറയുകയായിരുന്നു. സഹതടവുകാരന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് 1994-ൽ പോലീസ് കേസെടുത്തു. 13 വർഷം കഴിഞ്ഞാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 1 വർഷത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്നായിരുന്നു നെടുമങ്ങാട് കോടതിയിലെ അന്തിമവാദം. കേസിൽ 29 സാക്ഷികളുണ്ടായിരുന്നുവെങ്കിലും 19 പേരെയാണ് വിസ്തരിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിലിൽ നടക്കുമെന്ന കണക്കുകൂട്ടലിൽ ഒരുക്കങ്ങൾ ഊർജിതമാക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഏപ്രിൽ പകുതിക്ക് മുമ്പ് സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനാണ് സാധ്യത. ജില്ലാ കളക്ടർമാരുടെയും ജില്ലാ പോലീസ് മേധാവിമാരുടെയും യോഗമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇന്ന് ചേരുന്നത്. ജില്ലകളിലെ സുരക്ഷാ മുൻകരുതലുകളും ചർച്ചയാകും. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ പരിശോധന അടക്കമുള്ള നടപടികളും ഉടൻ ആരംഭിക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ആഴ്ചതോറുമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ യോഗവും ഇന്ന് നടക്കുന്നുണ്ട്. BJPയുടെ കോർ കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. തിരുവനന്തപുരം നഗരസഭയിൽ മികച്ച ജയം നേടാൻ കഴിഞ്ഞത് പാർട്ടിക്ക് വലിയ ആത്മവിശ്വാസമാണ് സമ്മാനിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി എത്താനിരിക്കെ ഇത് സംബന്ധിച്ച കാര്യങ്ങളും യോഗത്തിൽ ചർച്ചയാകും. നടപ്പാക്കേണ്ട വികസന പദ്ധതികളും യോഗം വിലയിരുത്തുന്നുണ്ട്. അധികം വൈകാതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കാനാണ് BJPയുടെ തീരുമാനം. ഇനി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉന്നതരുടെ പങ്കിനെക്കുറിച്ച് അന്വേഷണം വേഗത്തിലാക്കാനുള്ള ശ്രമത്തിലാണ് SIT. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെയും UDF കൺവീനർ അടൂർ പ്രകാശിന്റെയും ചോദ്യം ചെയ്യൽ ഉടനുണ്ടാകുമെന്നാണ് സൂചന. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കെ PS പ്രശാന്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വഴിവിട്ട് സഹായം ചെയ്തിട്ടുണ്ടോ എന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടതിൽ സ്പെഷ്യൽ കമ്മീഷണർ അറിയിക്കാത്തത് മാത്രമാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച എന്നാണ് പ്രശാന്ത് അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് അറിയാനാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നത്. വിഗ്രഹക്കടത്തിലും വിവരം തേടുകയാണ് SIT. പ്രവാസി വ്യവസായിയിൽ നിന്നും കൂടുതൽ വിവരം പ്രത്യേക അന്വേഷണ സംഘം ചോദിച്ചറിയുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പുതിയ പാരഡി ഗാനവുമായി തിരിക്കുകയാണ് BJP. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ മുസ്ലിം ലീഗ് പഞ്ചായത്ത് ഓഫീസ് അത് പൂട്ടി. യൂത്ത് ലീഗ് നേതാവിനെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രവർത്തകർ ലീഗ് ഓഫീസ് പൂട്ടിയത്. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിന് സമീപത്തെ
ബാഫക്കി തങ്ങൾ സൗധത്തിലെ പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിനാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ പൂട്ടിട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ലൈംഗിക അതിക്രമ പരാതിയിൽ രണ്ടാം പ്രതിയായ ജോബി ജോസഫിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സുഹൃത്താണ് കോന്നി സ്വദേശി ജോബി ജോസഫ്. രാഹുലിന്റെ നിർദ്ദേശപ്രകാരം ഗർഭഛിദ്രത്തിന് മരുന്ന് എത്തിച്ചുവെന്നാണ് പരാതിക്കാരുടെ മൊഴി. കേസിൽ ജോബിക്ക് ജാമ്യം നൽകരുത് എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉത്തരവിടുന്നത്. ഇനി പ്രധാനപ്പെട്ട രാജ്യാന്തര വാർത്തകളിലേക്ക് പോയാൽ, ഇറാനിൽ നടക്കുന്നത് വമ്പൻ അട്ടിമറി നീക്കമെന്ന റിപ്പോർട്ടുകൾ. പ്രതിഷേധക്കാർക്ക് നേരെ നിറയൊഴിച്ചാൽ അമേരിക്ക നേരിട്ടിറങ്ങുമെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഖമനേയി ഭരണകൂടം ഇറങ്ങിപ്പോകണമെന്നും ഷാ ഭരണകൂടം തിരികെ വരണം എന്നുമാണ് പ്രക്ഷോഭകരുടെ ആവശ്യം. അതേസമയം ആഭ്യന്തര വിഷയത്തിൽ അമേരിക്ക ഇടപെട്ടാൽ ഒരു പ്രദേശം മുഴുവൻ യുദ്ധത്തിലേക്ക് പോകേണ്ടി വരുമെന്നാണ് ഇറാന്റെ മറുപടി. അജയ് സുതാബിജു ചേർന്ന വിവരങ്ങളുമായി. അജയ്, ഗുഡ് മോർണിംഗ്. ഇറാനിൽ അത്ര നല്ല സാഹചര്യമല്ല എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. ഈ അമേരിക്കയുടെ ഈ മുന്നറിയിപ്പിന് ഏത് തരത്തിലാണ് ഖമനേയി മറുപടി നൽകുന്നത്? എൽദോ, ഈ പുതുവർഷം തുടങ്ങിയത് മുതൽ ഇറാനിൽ സാഹചര്യങ്ങൾ അത്ര ശുഭകരമല്ല. കഴിഞ്ഞ ഡിസംബർ 28 മുതലാണ് അവിടെ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചത്. അതിപ്പോൾ പുതുവർഷമായപ്പോൾ കൂടുതൽ ആളിക്കത്തുന്ന സ്ഥിതിഗതികളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാൻ വേണ്ടി സർക്കാർ ഒരു പൊതു അവധി പ്രഖ്യാപിക്കുകയുണ്ടായി. എന്നാൽ ആ ദിവസം തന്നെ കൂടുതൽ പ്രതിഷേധക്കാർ ഈ തെരുവുകളിലേക്ക് ഇറങ്ങുകയും അത് കൂടുതൽ ആളിക്കത്തുകയും ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ്റെ മരണത്തിലേക്ക് അത് നയിക്കുകയും ചെയ്തു. ഇപ്പോൾ മൊത്തം 7 മുതൽ 10 വരെ ആളുകൾ അവിടെ കൊല്ലപ്പെട്ടേക്കാം എന്നാണ് നിരവധി മാധ്യമങ്ങൾ, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്ഥിതിഗതികൾ ഇപ്പോഴും നിയന്ത്രണ വിധേയമല്ല. ടെഹ്റാനിൽ ഒരു കൂട്ടം വ്യാപാരികൾ അവരുടെ കടകൾ അടച്ച് പ്രതിഷേധിച്ചാണ് ഇതിൻ്റെ ഒരു തുടക്കമിട്ടത്. എന്നാൽ അത് പിന്നീട് രാജ്യവ്യാപകമായി ബാധിക്കുകയായിരുന്നു. ഇത് മറ്റ് ഈ വ്യാപാരികളും ഇപ്പോൾ അവിടെ ഈ ഇൻഫ്ലേഷനെതിരെയും അതുപോലെ തന്നെ അവിടെയുള്ള ഈ കറൻസിയുടെ മൂല്യം ഇടിഞ്ഞതിനെതിരെയും വലിയ പ്രതിഷേധവുമായി നിരവധി വ്യാപാരികൾ രാജ്യമൊട്ടാകെ രംഗത്തെത്തി. അതിനുശേഷം വിദ്യാർത്ഥികൾ അവരുടെ കോളേജുകളും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളും എല്ലാം കട്ട് ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധക്കാർക്കൊപ്പം ചേർന്നുകൊണ്ട് അത് വലിയൊരു പ്രക്ഷോഭമായി രാജ്യവ്യാപകമായി മാറുകയായിരുന്നു. എന്നാൽ ഈ ഇറാൻ ഭരണകൂടം ഇപ്പോൾ നിലവിൽ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിലുണ്ടായതുപോലെ, ഇപ്പോൾ നമുക്ക് സമീപത്തുള്ള ഇപ്പോൾ ബംഗ്ലാദേശിൽ അല്ലെങ്കിൽ നേപ്പാളിലൊക്കെ ഉണ്ടായതുപോലെയുള്ള ഒരു വലിയ അട്ടിമറി സർക്കാരിനെതിരെ നടത്താൻ വേണ്ടിയിട്ടാണ് വിദ്യാർത്ഥികൾ ഈ പ്രതിഷേധത്തിൽ പങ്കാളികളാകുന്നത് എന്നൊരു നിലപാടാണ് നിലവിൽ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ പ്രതിഷേധക്കാരെ വകവയ്ക്കാതെ കടുത്ത നടപടികളുമായി ഈ സർക്കാർ പോകുന്നു. നൂറുകണക്കിന് പേർ ഇപ്പോഴും ജയിലിലായിട്ടുണ്ട്. അപ്പോൾ ഈ നിലപാടിനെതിരെയാണ് അമേരിക്ക കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിട്ടുള്ളത്. എന്നാൽ ട്രംപിൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത് അത് തീർത്തും പ്രകോപനപരമാണ് എന്നാണ് ഇറാൻ നിലവിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ട്രംപ് മുൻപും പല കാര്യങ്ങളിൽ പറഞ്ഞതുപോലെ വളരെ ഒരു ലാഘവത്തോടെയാണ് ഈ വിഷയത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കൈകാര്യം ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് ഈ പ്രതിഷേധക്കാർക്കെതിരെ നിറയൊഴിക്കുകയോ അല്ലെങ്കിൽ അവർക്കെതിരെ കടുത്ത നടപടികളുമായി ഇറാൻ ഭരണകൂടം പോയാൽ അവരെ പിന്തുണയ്ക്കാൻ വേണ്ടി അമേരിക്ക മുന്നോട്ട് വരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇറാൻ എന്ന് പറയുന്ന രാജ്യം അല്ലെങ്കിൽ തന്നെ നിരവധി അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കും അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് തന്നെ നിരവധി ഉപരോധങ്ങൾ ഇറാൻ ഭരണകൂടത്തിന് മേലുണ്ട്. അപ്പോൾ അതെല്ലാം കാരണം അവരുടെ കറൻസിയുടെ മൂല്യം എന്ന് പറയുന്നത് വളരെയധികം താഴേക്ക് പോയി. ഇൻഫ്ലേഷൻ നിരക്കെന്ന് പറയുന്നത് 45% മുതൽ 50% വരെയായി. ഒരു റിയാലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്ട് $1 അത് ഈ റിയാലിലേക്ക് കണക്കാക്കുമ്പോൾ അത് ഏതാണ്ട് 1 മില്യണിന് മുകളിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. എന്തായാലും ഈ ട്രംപിൻ്റെ ഈ ഒരു പരാമർശം അതിനെതിരെ ഇപ്പോൾ ശക്തമായിട്ട് തന്നെ ഇറാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇറാനിലെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള അലി രാജിനാനിയാണ് ഇത്തരത്തിലൊരു തിരിച്ച് ട്രംപിന് മറുപടിയുമായി നിലവിൽ രംഗത്തെത്തിയിട്ടുള്ളത്. അതായത്
അതായത് അദ്ദേഹം പറഞ്ഞത് ഈ ട്രംപിൻ്റെ പ്രസ്താവന അത് ഇറാനിലുള്ള സാഹചര്യം അത് കൂടുതൽ ഗുരുതരമാക്കാനേ സഹായകരമാവുകയുള്ളൂ. ട്രംപ് സ്വന്തം രാജ്യങ്ങളിലെ ജനങ്ങളുടെ സുരക്ഷ നോക്കണം, അവരുടെ സൈനികരുടെ സുരക്ഷ കണക്കാക്കണം. അല്ലാതെ ഈ ഇറാൻ്റെ കാര്യത്തിൽ ഇത്തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് മേഖലയിലെ സാഹചര്യം തന്നെ കൂടുതൽ വഷളാക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ നിലവിലെ പ്രക്ഷോഭം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് 2022 മഹ്സ അമീനിയുടെ മരണത്തെ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങൾ, അതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള വലിയ പ്രതിഷേധങ്ങളാണ് ഇറാനിൽ നിലവിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. മഹ്സ അമീനി തട്ടം നേരെയിടാത്തത് കാരണം പോലീസ് കസ്റ്റഡിയിൽ നിന്ന് കൊല്ലപ്പെട്ട ഒരു യുവതിയായിരുന്നു. അപ്പോൾ അത് കാരണം അന്ന് രാജ്യവ്യാപകമായി വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം നടന്നിരുന്നു. ഇപ്പോൾ അതിനുശേഷം വലിയൊരു തരത്തിലുള്ള ഒരു പ്രക്ഷോഭം തന്നെയാണ് അവിടെ നടക്കുന്നത്. ആദ്യം കുറച്ച് കടയുടമകളിൽ തുടങ്ങി ഇപ്പോൾ രാജ്യവ്യാപകമായി ആ പ്രതിഷേധം വ്യാപിച്ചിട്ടുണ്ട്. ഈ ഭരണകൂടത്തിൻ്റെ ഒരു മാറ്റം തന്നെയാണ് ഈ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ സർക്കാർ എല്ലാ തരത്തിലും ഈ പ്രതിഷേധക്കാരെ തടഞ്ഞു നിർത്താനുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ നിലവിലെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് സമീപ രാജ്യമായിട്ടുള്ള നേപ്പാളിൽ ഉൾപ്പെടെ സംഭവിച്ചതുപോലെ വലിയൊരു അട്ടിമറി നിലവിലെ സാഹചര്യത്തിൽ സംഭവിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയൊന്നുമില്ല. എന്നാലും ശക്തമായി തന്നെ ഈ സ്ഥിതിഗതികൾ ഈ പ്രതിഷേധക്കാർ മുന്നോട്ട് പോവുകയാണ്. സർക്കാർ നിരവധി ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ്. സ്കൂളുകളും യൂണിവേഴ്സിറ്റികളും ഒന്നും തന്നെ നിലവിൽ പ്രതിഷേധിക്കുന്നില്ല. പല സർക്കാർ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം ഇപ്പോൾ നിലച്ചിരിക്കുകയാണ്. ഈ തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വരും ദിവസങ്ങളിൽ റിയാലിൻ്റെ മൂല്യം കൂടുതൽ താഴേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ ഉള്ള ഇൻഫ്ലേഷൻ നിരക്ക് അത് 50%. അത് കൂടുതൽ വഷളായാൽ വലിയ തരത്തിലുള്ളൊരു ദാരിദ്ര്യത്തിലേക്കാകും ഇറാൻ പോവുക. ആ സാഹചര്യത്തിൽ ഇറാന് മറ്റ് അന്താരാഷ്ട്ര സഹായങ്ങൾ വേണ്ടിവരും. എന്നാൽ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ മറ്റ് ലോകരാജ്യങ്ങളാണെങ്കിലും പ്രധാനമായിട്ടും US ആണെങ്കിലും നിരവധി ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇറാന് മേൽ. അപ്പോൾ ഈ ഉപരോധങ്ങൾ മാറ്റിക്കൊണ്ട് മറ്റ് ലോകരാജ്യങ്ങൾ ഇവരെ സഹായിക്കാനായി മുന്നോട്ട് വരുമോ എന്നുള്ളതും ഇവിടെ ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. റൈറ്റ്, ഇറാനിൽ സാഹചര്യങ്ങൾ അത് ഗുരുതരമാണ്. എന്താണേലും വിവരങ്ങളാണ് അജയ് നൽകിയത്. മെക്സിക്കോയെ പിടിച്ചുകുലുക്കി ഭൂചലനം, 2 പേർ മരിച്ചു. പുതുവത്സരത്തിൽ പ്രസിഡന്റിന് ക്ലോഡിയ ഷെയ്ൻബാമിന്റെ ആദ്യ വാർത്താ സമ്മേളനത്തിനിടെയായിരുന്നു ഭൂചലനം. തുടർന്ന് പ്രസിഡന്റിനും മാധ്യമപ്രവർത്തകർക്കും അടിയന്തരമായി പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നു. A presentar ya muy pronto, espero la próxima semana, lunes o martes. Uy, está temblando. A ver, con tranquilidad. ¿Dónde está? അജയ് വീണ്ടും ചേരുന്നുണ്ട്. അജയ്, ഭൂചലനത്തിന്റെ ദൃശ്യങ്ങളൊക്കെ വരുന്നുണ്ട്, പക്ഷേ അതിനപ്പുറത്തേക്ക് കാഷ്വാലിറ്റീസ് എങ്ങനെയാണ്? വലിയൊരു നാശമൊക്കെ ഏതെങ്കിലും ഭാഗത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? എൽദോ, ഈ പുതുവർഷം ആരംഭിച്ചതിന് ശേഷം ഈ മെക്സിക്കോയിലുണ്ടായ ഭൂചലനം അത് വ്യാപകമായിട്ടുള്ളൊരു ആശങ്ക പരത്തിയിട്ടുണ്ടെങ്കിലും അത് വലിയൊരു നാശനഷ്ടത്തിലേക്കൊന്നും നിലവിലെ സാഹചര്യത്തിൽ പോയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനു മുൻപേ മെക്സിക്കോ എന്ന രാജ്യത്തിൻ്റെ ഒരു പൊസിഷൻ നോക്കുകയാണെങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഒരു സീസ്മിക് സോണിലാണ് ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത്. മുൻപ് 2017 ഇവിടെ ഉണ്ടായ ഭൂചലനം കാരണം 200 പേർ കൊല്ലപ്പെട്ടിരുന്നു. 1975 10,000-ഓളം പേരുടെ മരണം
മരണത്തിന് ഇടയാക്കിയ വലിയൊരു ഭൂചലനം അവിടെ സംഭവിച്ചിരുന്നു. അതിനുശേഷമാണ് അവിടെ ഈ സീസ്മിക് സിസ്റ്റം, ഈ ഭൂചലനത്തെ അളക്കാനുള്ള ഉപകരണങ്ങളും അതുപോലെ തന്നെ മുന്നറിയിപ്പ് സംവിധാനങ്ങളും ഇതെല്ലാം അവിടെ കൂടുതൽ സജ്ജമാക്കിയത് അതിനുശേഷമായിരുന്നു. അപ്പോൾ എന്നാൽ ആ മുൻപത്തെ സംഭവങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര ഭയാനകമായിട്ടുള്ള ഒരു ഭൂചലനമല്ല ഇപ്പോഴുണ്ടായത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാലും 2 പേരുടെ മരണം ഇപ്പോൾ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരു 60 വയസ്സുള്ള ഒരു യുവതി അവരുടെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ വീട്ടിൻ്റെ മേൽക്കൂര തകർന്നു വീണാണ് അവർ മരിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു 50 വയസ്സുള്ള മറ്റൊരാൾ, അയാളും കൂടി ഒരു മധ്യവയസ്കൻ, അയാളും കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട്. അയാൾ തെരുവിലൂടെ നടക്കുമ്പോൾ ആയിരുന്നു ഈ ഭൂചലനം ഉണ്ടായത്. അപ്പോൾ അവിടെ വെച്ച് ഒരു അപകടം സംഭവിക്കുകയും ഇയാൾ കൊല്ലപ്പെടുകയും ആയിരുന്നു എന്നാണ് നമുക്ക് നിലവിൽ ഉള്ള സ്ഥിതിഗതികൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. പ്രസിഡൻ്റായിട്ടുള്ള ക്ലോഡിയോ ഷെയ്ൻബോം അവരുടെ ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അതിനിടയിലാണ് ഈ ഭൂചലനം ഉണ്ടായത്. ഭൂചലനത്തിൻ്റെ ഭാഗമായി ഈ സൈറൺ മുഴങ്ങിയപ്പോൾ തന്നെ പ്രസിഡൻറ്റും അതുപോലെ തന്നെ ആ ഹാളിൽ കൂടിയിരുന്ന മാധ്യമപ്രവർത്തകരും പുറത്തേക്ക് ഇറങ്ങി പോവുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നീട് ക്ലോഡിയ തിരിച്ചു വന്ന് തൻ്റെ പ്രസംഗം പുനരാരംഭിച്ചു. അപ്പോൾ അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു, അതിനിടയ്ക്ക് അവർ മറ്റ് സംസ്ഥാനങ്ങളിലെ ഗവർണർമാരെയും അതുപോലെ തന്നെ ഭരണാധികാരികളെയും എല്ലാം വിളിച്ച് സ്ഥിതിഗതികൾ തിരക്കി. അപ്പോൾ ആ സാഹചര്യത്തിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല, എല്ലാവരോടും സംയമനം പാലിക്കണം എന്ന് പ്രസിഡന്റ് അറിയിച്ചു. എന്നാൽ തുടർന്നാണ് 2 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള ഒരു ടൗണിലാണ് ഈ ഭൂചലനത്തിൻ്റെ പ്രഭവ കേന്ദ്രം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് സാൻ മാർക്കോ സിറ്റിക്ക് 15 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി കിടക്കുന്ന അക്കാൽപുൽക്കോ എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് നഗരത്തിലാണ് ഇത്തരത്തിൽ വലിയൊരു ഈ റിക്ടർ സ്കെയിലിൽ ഏതാണ്ട് 6.5 തീവ്രത രേഖപ്പെടുത്തിയ ഈ ഒരു വലിയ പ്രകമ്പനമുണ്ടായത്. 500ഓളം തുടർ പ്രകമ്പനങ്ങളും ഇത് കാരണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഈ റിക്ടർ സ്കെയിൽ രേഖപ്പെടുത്തിയ തീവ്രത ഇത്ര വലുതായിരുന്നുവെങ്കിലും നാശനഷ്ടങ്ങൾ നിലവിൽ അത്രത്തോളം ഇല്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില ഭിത്തികളുടെ പാളികൾ അടർന്നു വീണിട്ടുണ്ട്, അതുപോലെ തന്നെ ചില മതിലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ കെട്ടിടങ്ങൾക്കൊന്നും സാരമായിട്ടുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാലും പല കെട്ടിടങ്ങൾക്കും ചെറിയ രീതിയിലുള്ള ബലക്ഷയം ഉള്ളതിനാൽ പലരെയും ഇവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 34ഓളം കെട്ടിടങ്ങളിലാണ് ഇത്തരത്തിൽ ഇവാക്യുവേഷൻ നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഈ വർഷം ഇപ്പോൾ അടുത്തിടെ ഇപ്പോൾ കാലിഫോർണിയയിലും അതുപോലെ തന്നെ നെവാഡയിലും ഏതാണ്ട് 5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ നിലവിൽ മെക്സിക്കോയിലും ഇത്തരത്തിലൊരു ഭൂചലനം വന്നിട്ടുള്ളത്. എന്തായാലും രാജ്യം ജാഗ്രതയിൽ തന്നെയാണ്. മെക്സിക്കോയിലുണ്ടായ ഭൂചലനം വലിയ നാശനഷ്ടങ്ങളില്ല എന്നുള്ളതാണ് ആശ്വാസകരം. അശ്ലീല ഉള്ളടക്കം നീക്കണമെന്നാവശ്യപ്പെട്ട് എലോൺ മസ്കിന്റെ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിൻ്റെതാണ് നടപടി. സ്ത്രീകളെ ലക്ഷ്യമിട്ട് അശ്ലീലവും അനുചിതവുമായ ഉള്ളടക്കം സൃഷ്ടിക്കാനും പങ്കുവയ്ക്കാനും എക്സിൻ്റെ AI സേവനമായ ഗ്രോക്ക് ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. രാവിലേക്ക് മടങ്ങിയെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. Today the world changes at every fraction of a second. തീരുമാനങ്ങൾ, സംഭവങ്ങൾ, അതിവേഗ മാറ്റങ്ങൾ, പ്രതിസന്ധികൾ, ഉയർന്ന ശബ്ദങ്ങൾ. In a world moving this fast, staying still is not an option. Just ഒരു half an hour ലോകം ചുറ്റാൻ പറ്റും. Maybe possible in future. ഇതിപ്പോ ഇത്ര സിമ്പിൾ ആയിട്ട് പറയാൻ ഞാൻ എലോൺ മസ്ക് ഒന്നല്ലല്ലോ. But I can offer something good. അരമണിക്കൂറിൽ ലോകം നിങ്ങളിലേക്ക് എത്തിക്കാം. കത്തുന്ന ഹെഡ്ലൈറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന റോഡ്. നമ്മുടെ പടത്തിന്റെ ആദ്യ ഫ്രെയിം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. 3 പേര് ഒരു കാറിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നു.
പാലക്കാട് ആലത്തൂരിൽ വയോധികയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ BJP ബൂത്ത് പ്രസിഡന്റ് ഒളിവിൽ. പാടൂർ സ്വദേശി സുരേഷിനെതിരെയാണ് കേസെടുത്തത്. പേടിച്ചിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല, ആരും കൂടെ വരില്ല. പിന്നെ ഞാൻ പറഞ്ഞു, നീ എന്തിനു വേണം ഈ ഷെഡിന്റെ ഉള്ളിൽ കയറി, എന്താ കയറി കാഴ്ച പിടിച്ച് താട്ടിയിട്ടു. എത്ര മണിക്കായിരുന്നു സംഭവം? ഇത് പൊളിച്ച് ഉള്ളിൽ കയറിയാ? അതല്ലേ, ഇത് പൊളിച്ചിട്ട് അതല്ലേ. എന്താ വന്ന് പറഞ്ഞു? അകത്തുനിന്ന് എന്തൊക്കെ പറഞ്ഞു? സുധിന്ന് ഭർത്താവിന്റെ പേര് അല്ല, സുധി ആരാണ് എന്നാണ് പേര് പറഞ്ഞത്? സുരല്ലേ വന്ന സുരയാണ്. പ്രജിത്ത് കോങ്ങാട് ചേരുന്നത് വിവരങ്ങളുമായി. പ്രജിത്ത്, എന്താണ് സംഭവം? എപ്പോഴാണിത്? എന്താണ് അവർ പറയുന്ന കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത നൽകാൻ കഴിയും? എൽദോ കഴിഞ്ഞ ദിവസം, അതായത് മിഞ്ഞാന്ന് പുലർച്ചെയാണ് ഈ സംഭവം നടക്കുന്നത്. വയോധികയ്ക്ക് നേരെയാണ് കാവശ്ശേരി പാടൂർ സ്വദേശി സുര എന്ന് വിളിക്കുന്ന സുരേഷാണ് ഈ അതിക്രമം നടത്തിയിരിക്കുന്നത്. പാലക്കാട് ആലത്തൂർ പുറമ്പോക്കിൽ കഴിയുന്ന 65 ഒരു ടാർപ്പായൊക്കെ മേഞ്ഞുള്ള ഷെഡിലാണ് താമസിക്കുന്നത്. ഈ സുര എന്ന വ്യക്തി മദ്യലഹരിയിൽ അവിടുത്തെ പാടൂരിലുള്ള ഫ്ലക്സ് ബോർഡുകളും ഡിവൈഎഫ്ഐന്റെ സകല ബോർഡുകളും തകർത്തിട്ടുണ്ട്. കാവശ്ശേരി പഞ്ചായത്തിലെ 2ാം വാർഡിലെ BJP ബൂത്ത് സെക്രട്ടറിയാണ് ഈ സുരേഷ് വൈകുന്നേരം ഒരു 8 മണിയോടുകൂടി പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിക്കുന്നതിന്റെ കൂടുതൽ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മദ്യലഹരിയിലാണ് ഈ പുറമ്പോക്കിൽ താമസിക്കുന്ന ഈ വയോധികയുടെ വീട്ടിൽ കയറി വരികയും അവരെ ഭീഷണിപ്പെടുത്തിയും ലൈംഗിക അതിക്രമത്തിന് മുതിരുകയും ചെയ്യുന്നത്. ഈ വയോധിക ആകെ ഭയന്ന് വിറച്ച് നിലവിളിച്ച് ആളെ കൂട്ടുകയുമാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് തന്നെ പ്രതി ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായിരിക്കുന്നത്. ആലത്തൂർ പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. പ്രതി ഇപ്പോൾ ഒളിവിലാണ്. പ്രതിയുടെ മൊബൈൽ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫുമാണ്. ഓക്കെ, എന്താണെങ്കിലും വയോധികയ്ക്ക് നേരെ ആക്രമണം നടത്തിയ BJP ബൂത്ത് പ്രസിഡന്റാണ്. പാടൂർ സ്വദേശി സുരേഷിനെതിരെ കേസെടുത്തിട്ടുണ്ട്. അതിന്റെ വിവരങ്ങളാണ് പ്രജിത്ത് പാലക്കാട് നിന്ന് പങ്കുവച്ചത്. റിമാൻഡിലിരിക്കെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടിപ്പോയ പെരിന്തൽമണ്ണ ദൃശ്യാവധ കേസ് പ്രതി വിനീഷിനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രതിക്ക് ഇതര സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇയാൾ എപ്പോഴാണ് രക്ഷപ്പെട്ടത് എന്നടക്കമുള്ള കാര്യങ്ങളിലും വ്യക്തത കുറവുണ്ട്. സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിച്ച് ടൈലിളക്കി നീക്കി ഭിത്തി തുറന്നാണ് വിനീഷ് രക്ഷപ്പെട്ടത്. 5 ദിവസം മുൻപാണ് ഇയാൾ രക്ഷപ്പെട്ടത്. ട്രെയിനുകളിലും ബസ് സ്റ്റേഷനുകളിലും ഇയാൾക്കായി തിരച്ചിൽ തുടരുന്നുണ്ട്. അമ്പലപ്പുഴയിൽ അഭിഭാഷകയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പുന്നപ്ര പറവൂർ തൂക്കുകുളം ചിത്തിരിയിൽ അജികുമാറിന്റെ മകൾ അഡ്വക്കേറ്റ് അഞ്ജിത B പിള്ളയാണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിയോടുകൂടിയാണ് മൃതദേഹം കണ്ടെത്തിയത്. പുന്നപ്ര പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. മൂന്നാറിൽ KSRTCയുടെ 2ാമത്തെ ഡബിൾ ഡെക്കർ ബസ് നിരത്തിലിറങ്ങി. KSRTCയുടെ തിരുവനന്തപുരം പാപ്പനംകോട് സെൻട്രൽ വർക്സിൽ നിർമ്മിച്ച ബസ് കഴിഞ്ഞ ദിവസം മൂന്നാർ ഡിപ്പോയിൽ എത്തിച്ചു.
വിനോദസഞ്ചാരികൾക്ക് മൂന്നാറിന്റെ പ്രകൃതി മനോഹാരിത ആസ്വദിച്ച് യാത്ര ചെയ്യാനുള്ള സൗകര്യാർത്ഥമാണ് മൂന്നാറിൽ KSRTCയുടെ ഡബിൾ ഡക്കർ ബസ്സുകൾ സർവീസ് നടത്തുന്നത്. മൂന്നാറിന്റെ വിനോദസഞ്ചാരത്തിന് കരുത്തേകാൻ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ KSRTC ഇവിടെ എത്തിച്ച റോയൽ വ്യൂ ഡബിൾ ഡക്കർ ബസ് വലിയ വിജയമായതോടെയാണ് രണ്ടാമതൊരു ബസ് കൂടി സർവീസ് ആരംഭിച്ചത്. മൂന്നാർ ഡിപ്പോയിൽ നിന്ന് തുടങ്ങുന്ന സർവീസ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ ദേവികുളം, ഗ്യാപ്പ് റോഡ്, ആനയിറങ്കൽ എന്നിവിടങ്ങൾ സന്ദർശിച്ച ശേഷം തിരികെ ഡിപ്പോയിലെത്തും. പുതിയ ബസ് സർവീസിന്റെ ഉദ്ഘാടനം A. രാജ MLA നിർവഹിച്ചു. മൂന്നാറിന്റെ പ്രകൃതി ഭംഗിയെ ആസ്വദിക്കുന്നത് ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഒരു പുത്തൻ അനുഭവം നൽകുന്ന രീതിയിലാണ് ഈ രണ്ടാമത്തെ ഡബിൾ ഡക്കർ ബസ്സും ഇവിടെ എത്തിയിട്ടുള്ളത്. നേരത്തെ അനുവദിച്ച ബസ്സാണെങ്കിൽ വമ്പൻ ഹിറ്റായി. ഇവിടെ വരുന്ന ഒരാൾ, മൂന്നാറിലേക്ക് എത്തിച്ചേരുന്ന ഒരാൾ ഈ വണ്ടിയിൽ യാത്ര ചെയ്യണം എന്നാണ് ആദ്യം ആഗ്രഹിക്കുന്നത്. KSRTCയുടെ തിരുവനന്തപുരം പാപ്പനംകോട് സെൻട്രൽ വർക്സിൽ നിർമ്മിച്ച ബസ് കഴിഞ്ഞ ദിവസമാണ് ഡിപ്പോയിലെത്തിച്ചത്. വിനോദസഞ്ചാരികൾക്ക് മൂന്നാറിന്റെ പ്രകൃതി മനോഹാരിത ആസ്വദിച്ച് യാത്ര ചെയ്യാനുള്ള 11:30, വൈകിട്ട് 3 മണി എന്നിങ്ങനെയാണ് പുതിയ ബസിന്റെ സമയക്രമം. രാവിലെ 9, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4 മണി എന്നീ സമയങ്ങളിലാണ് നിലവിലെ ബസ് സർവീസ് നടത്തുന്നത്. നിറത്തിലുള്ള മാറ്റമൊഴിച്ചാൽ നിലവിൽ സർവീസ് നടത്തുന്ന ബസ്സിന് സമമാണ് രണ്ടാമത്തേതും. താഴത്തെ നിലയിൽ 11, മുകളിൽ 39 എന്നിങ്ങനെയാണ് സീറ്റുകളുടെ ക്രമീകരണം. പുറംകാഴ്ചകൾ പൂർണ്ണമായി കാണാനാവുന്ന രീതിയിലാണ് ഇരു ബസ്സുകളും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഫെബ്രുവരി 8 സർവീസ് ആരംഭിച്ച ആദ്യ ബസ്സിന്റെ ഇതുവരെയുള്ള വരുമാനം 1.25 കോടിയിലേക്ക് അടുക്കുകയാണ്. ന്യൂസ് 18 ഇടുക്കി. ഹൈറേഞ്ചിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് എത്തിയത് 10,000-കണക്കിന് സഞ്ചാരികളാണ്. ഇടുക്കിയുടെ മലയോരങ്ങളിൽ കോടമഞ്ഞിന്റെ മനം നിറയ്ക്കും കാഴ്ചകൾ ആസ്വദിച്ചാണ് എല്ലാവരും മടങ്ങിയത്. സുരക്ഷയും അടിസ്ഥാന സൗകര്യങ്ങളുമടക്കം സഞ്ചാരികൾക്ക് വേണ്ടി വിപുലമായ ക്രമീകരണങ്ങൾ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്നു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇടുക്കിയിലെ മിക്ക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഇരട്ടിയിലധികം ആളുകളാണ് എത്തിയത്. ഒരാഴ്ചക്കിടെ 2.5 ലക്ഷത്തിലധികം സഞ്ചാരികൾ ഇടുക്കിയിൽ സന്ദർശനം നടത്തിയതായാണ് ഔദ്യോഗിക കണക്ക്. ക്രിസ്മസും പുതുവത്സരവും ഉൾപ്പെടെ വിശേഷ ദിവസങ്ങളിൽ പ്രതിദിനമെത്തിയ സഞ്ചാരികളുടെ എണ്ണം 30,000 കടന്നു. തെളിഞ്ഞ കാലാവസ്ഥയിൽ പ്രകൃതി ഒരുക്കിയ ദൃശ്യമനോഹാരിത ആവോളം ആസ്വദിച്ചാണ് സഞ്ചാരികൾ മലയിറങ്ങിയത്. രാപ്പകൽ വ്യത്യാസമില്ലാതെ എത്തിയ സഞ്ചാരികളുടെ തിരക്ക് കാരണം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള റോഡുകളിൽ വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു. പഴയ മൂന്നാർ മുതൽ മാട്ടുപ്പെട്ടി ഡാം വരെയുള്ള ഭാഗം, പിന്നെ മറയൂർ റോഡിലേക്ക് പോകുന്ന ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ, ഈ ടൗണിൻ്റെ ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ പോലീസ് ഡിപ്ലോയ്മെന്റ് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ഫോഴ്സ് നമ്മൾ മൊബിലൈസ് ചെയ്ത് മറ്റ് സബ് ഡിവിഷനിൽ നിന്നൊക്കെ മൊബിലൈസ് ചെയ്ത് പോലീസ് ഫോഴ്സ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാവർക്കും ഹാൻഡ് സെറ്റ്, 1-to-1 സെറ്റ് എന്ന് പറയും, ഹാൻഡ് സെറ്റിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു റോഡ് അല്പം കൂടുതൽ ബ്ലോക്ക് ആണെങ്കിൽ ആ മറ്റേ റോഡിൽ നിന്ന് ക്ലോസ് ചെയ്ത് ഇത് കൂടുതൽ നടത്തിവിടാനുള്ള സംവിധാനത്തിലേക്ക് വേണ്ടി എല്ലാവർക്കും വയർലെസ് സെറ്റ് സംവിധാനം കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കൃത്യമായിട്ട് സബ് ഇൻസ്പെക്ടർ, സർക്കിൾ ഇൻസ്പെക്ടർ, ഞാനും കൂടി കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. കൂടെ ട്രാഫിക്കിനെ കുറച്ചുകൂടി എൻഫോഴ്സ്മെന്റ് കൂട്ടിയിട്ടുണ്ട്. വാഗമണ്ണിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പൈൻ മരങ്ങളുടെ മനോഹാരിതയും തേയിലത്തോട്ടങ്ങളുടെ ഊഷ്മളതയും വാഗമണ്ണിലെത്തുന്ന ഏതൊരു സഞ്ചാരിയുടെയും പ്രധാന കാഴ്ചയാണ്. മൊട്ടക്കുന്നിലും അഡ്വഞ്ചർ പാർക്കിലും വലിയ തിരക്കായിരുന്നു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ തിരക്കേറിയത് ടൂറിസം മേഖലയെ ആശ്രയിച്ച് കഴിയുന്ന വ്യാപാരികൾ, ഹോട്ടൽ വഴിയോര കച്ചവടക്കാർ എന്നിവർക്കും ഉണർവായി. ക്രിസ്മസ് വെക്കേഷനൊപ്പം കാലാവസ്ഥ അനുകൂലമായതാണ് സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കാൻ കാരണം. ന്യൂസ് 18 ഇടുക്കി. സാഹിത്യപ്രേമികൾക്ക് അക്ഷരമധുരം പകർന്ന് തുഞ്ചൻ ഉത്സവത്തിന് അക്ഷരമുറ്റത്ത് തിരിതെളിഞ്ഞു. 5 ദിവസം നീളുന്ന സാഹിത്യോത്സവം തമിഴ് സാഹിത്യകാരൻ S. രാമകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്തത്. തുഞ്ചൻ പറമ്പിലെ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിന് MT വാസുദേവൻ നായരുടെ ഓർമ്മയിൽ MT വേദി എന്ന് പേരിട്ടു. മലയാളത്തിന്റെ അക്ഷരങ്ങളുടെ തറവാടായ തുഞ്ചൻ പറമ്പിൽ തുഞ്ചൻ സാഹിത്യോത്സവത്തിന് തുടക്കമായി. സാഹിത്യോത്സവം ആരംഭിക്കുന്നതിന് മുന്നോടിയായി രാവിലെ തുഞ്ചൻ കൃതികളുടെ പാരായണം നടന്നു. K. ശ്യാമയുടെ കാവ്യാലാപനത്തോടെയാണ് ഉദ്ഘാടന സമ്മേളനം ആരംഭിച്ചത്. തമിഴ് സാഹിത്യകാരൻ S. രാമകൃഷ്ണൻ തുഞ്ചൻ ഉത്സവം ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ പരാതികളും ആകുലതകളും വിഷമങ്ങളും സമൂഹത്തെ അറിയിക്കുന്നവരാണ് എഴുത്തുകാരെന്ന് അദ്ദേഹം പറഞ്ഞു. മരണത്തെയും മരണാനന്തര കാര്യങ്ങളെക്കുറിച്ച് പോലും സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നയാളായിരുന്നു MT വാസുദേവൻ നായരെന്ന് പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്ത അബ്ദുൾ സമദ് സമദാനി പറഞ്ഞു. ആലങ്കോട് ലീലാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു.
കുറുക്കോളി മൊയ്തീനി MLA മുഖ്യാതിഥിയായിരുന്നു. കെ ശ്രീകുമാരൻ, TP സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. തുഞ്ചൻ പറമ്പിലെ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിന് MT വാസുദേവൻ നായരുടെ ഓർമ്മയിൽ MT വേദി എന്നു പേരിട്ടു. K ജയകുമാറാണ് നാമകരണം നടത്തിയത്. MT എഴുത്തച്ഛനോട് എങ്ങനെ കടപ്പെട്ടോ അതുപോലെ നമ്മൾ MTയോടും കടപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് 18 തിരൂർ. വയനാടിന്റെ മണ്ണിൽ വർണ്ണവസന്തം വിരിയിച്ച് അമ്പലവയലിൽ 11ാമത് പൂപ്പൊലി അന്താരാഷ്ട്ര പുഷ്പമേളയ്ക്ക് ഉജ്ജ്വല തുടക്കമായി. കേരള കാർഷിക സർവകലാശാലയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന മേള ഇത്തവണ തദ്ദേശീയമായി വിരിയിച്ചെടുത്ത പുഷ്പങ്ങളുടെ കരുത്തിലാണ് ശ്രദ്ധേയമാവുന്നത്. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള 10,000-ങ്ങളാണ് ഓരോ ദിവസവും അമ്പലവയലിലേക്ക് ഒഴുകിയെത്തുന്നത്. വയനാടിന്റെ മഞ്ഞും കുളിരും പുതച്ച പ്രഭാതങ്ങളെയും സായാഹ്നങ്ങളെയും പുഷ്പഗന്ധിയാക്കാൻ അമ്പലവയലിൽ പൂപ്പൊലി ഒരുങ്ങി. കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ 13 ഏക്കറോളം വരുന്ന ഭൂമി ഇപ്പോൾ നയനമനോഹരമായ പുഷ്പാലങ്കാരമായി മാറിയിരിക്കുകയാണ്. മേളയുടെ 11ാം പതിപ്പിലേക്ക് എത്തുമ്പോൾ കാഴ്ചകളിലും ജനപങ്കാളിത്തത്തിലും പൂപ്പൊലി പുതിയ റെക്കോർഡുകൾ കുറിക്കുകയാണ്. ഇത്തവണത്തെ പൂപ്പൊലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ തനിമയാണ്. മുൻവർഷങ്ങളിൽ വിദേശത്തു നിന്ന് എത്തിച്ചിരുന്ന ലിലിയം ഉൾപ്പെടെയുള്ള പുഷ്പങ്ങൾക്ക് പകരം മേളയിലെ 90% പൂക്കളും ഈ ഗവേഷണ കേന്ദ്രത്തിൽ തന്നെ വിത്തുപാകി മുളപ്പിച്ചെടുത്തതാണ്. മണ്ണിൽ ശാസ്ത്രീയമായ പരിചരണത്തിലൂടെ വിരിയിച്ചെടുത്ത ഈ പൂക്കൾ കാണാൻ വളരെ മനോഹരമാണ്. ലക്ഷക്കണക്കിന് പൂക്കൾ ഒരേ സമയം വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച സന്ദർശകരെ വിസ്മയിപ്പിക്കുന്നു. വയനാടിന്റെ ടൂറിസം ഭൂപടത്തിൽ പൂപ്പൊലി ചെലുത്തുന്ന സ്വാധീനം വ്യക്തമാക്കുന്നതാണ് ഇവിടുത്തെ സന്ദർശകരുടെ തിരക്ക്. വെറൈറ്റി പൂക്കളാണ് ഇപ്രാവശ്യം നമുക്ക് ഉദ്യാനത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് കൂടാതെ തന്നെ ഇപ്രാവശ്യം ഇലക്കറികളുടെ പച്ചക്കറികളുടെ ഒരു വലിയ പൂന്തോട്ടം തന്നെ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാനും വളരെയധികം ആൾക്കാർ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും എത്തിച്ചേരുന്നുണ്ട്. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് എത്തുമ്പോൾ അന്താരാഷ്ട്ര തലത്തിലുള്ള ശ്രദ്ധയും ഇത്തവണ മേളയ്ക്ക് ലഭിക്കുന്നുണ്ട്. വയനാട് സന്ദർശിക്കാനെത്തിയ വിദേശ വിനോദസഞ്ചാരികളും പൂപ്പൊലിയുടെ വർണ്ണക്കാഴ്ചകൾ ആസ്വദിക്കാൻ കൂട്ടമായി എത്തുന്നു എന്നതും ഈ 11ാമത് മേളയുടെ സവിശേഷതയാണ്. 5000-ലധികം റോസ് ചെടികളും 100-ലധികം ഇനം ഡാലിയകളും ഇവിടെ സന്ദർശകരെ വരവേൽക്കുന്നു. പൂക്കൾക്ക് പുറമെ വിജ്ഞാനവും വിനോദവും പൂപ്പൊലിയിൽ ഒത്തുചേരുന്നുണ്ട്. അന്യം നിന്നു പോകുന്ന കാർഷിക വിളകളുടെ പ്രദർശനവും കുട്ടികൾക്കായി ഒരുക്കിയ വിപുലമായ അമ്യൂസ്മെന്റ് പാർക്കും മേളയെ കുടുംബസമേതം ആസ്വദിക്കാൻ പാകത്തിലുള്ളതാക്കുന്നു. രാത്രി 10 മണി വരെ നീളുന്ന മേളയിൽ വൈകുന്നേരങ്ങളിൽ വർണ്ണാഭമായ സാംസ്കാരിക പരിപാടികളാണ് അരങ്ങേറുന്നത്. ജനുവരി 1 മുതൽ തുടങ്ങിയ ഈ വസന്തോത്സവം ജനുവരി 15-ന് സമാപിക്കും. സ്വന്തം മണ്ണിൽ വിരിയിച്ചെടുത്ത പൂക്കളുടെ ഈ വസന്തം കാണാൻ വരും ദിവസങ്ങളിലും വലിയ തിരക്കാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. മകന്റെ വിവാഹ സൽക്കാരത്തിനായി കരുതിയ പണം ഉപയോഗിച്ച് നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകി ഇടുക്കി സ്വദേശി. തോപ്രാംകുടി ടൗണിലെ വ്യാപാരിയായ രാജനാണ് ഇത്തരമൊരു സൽപ്രവൃത്തി ചെയ്തത്. വയോധികയായിട്ടുള്ള രാജമ്മയ്ക്കാണ് വീടെന്ന സ്വപ്നം ഇതോടെ യാഥാർത്ഥ്യമായത്. തോപ്രാംകുടി സ്വദേശിനി രാജമ്മ അന്തിയുറങ്ങാൻ ഇടമില്ലാതെ കഷ്ടപ്പാടിലായിരുന്നു. ഭർത്താവ് കുമാരൻ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. ഏക മകളെ വിവാഹം ചെയ്തയച്ചു. നല്ല വീടില്ലാതെ ദുരിതമനുഭവിച്ച രാജമ്മയെ സഹായിക്കണമെന്ന ചിന്തയാണ് വീട് വെച്ച് നൽകാൻ രാജനെ പ്രേരിപ്പിച്ചത്. മകന്റെ വിവാഹ ചടങ്ങുകൾക്കായി കരുതിയ പണമാണ് വീട് നിർമ്മാണത്തിനായി വിനിയോഗിച്ചത്. വിവാഹ ചടങ്ങുകൾ ലളിതമാക്കി. എറണാകുളം സ്വദേശി അജീഷയെയാണ് രാജന്റെ മകൻ രാജേഷ് വിവാഹം കഴിച്ചത്. ഇരുവർക്കും ജോലി വിദേശത്താണ്. രാജനും ഭാര്യയും മാതാവും ചേർന്ന് രാജമ്മയ്ക്ക് വീടിന്റെ താക്കോൽ കൈമാറി. ഞാൻ എൻ്റെ മോൻ്റെ കല്യാണത്തിൻ്റെ ചെലവിൻ്റെ പൈസ ഉപയോഗിച്ച് ഇങ്ങനെ വീടങ്ങ് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു. അത് ഇത്രയൊക്കെ ആകാൻ എന്നെക്കൊണ്ട് സാധിച്ചു എന്നെനിക്ക് തോന്നുന്നു. പൂർണ്ണമായോ എന്നെനിക്കറിയില്ല. എന്നാൽ പോലും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു കുഞ്ഞു വീട് ചെയ്തു കൊടുക്കാൻ
സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമാണ്. അന്തിയുറങ്ങാൻ അടച്ചുറപ്പുള്ള വീട് ലഭിച്ചതോടെ രാജമ്മയും ഏറെ സന്തോഷത്തിലാണ്. ഇടിച്ചു പൊടിഞ്ഞു പോയായിരുന്നു വീട്. അങ്ങനെ ഇരുന്ന് പഞ്ചായത്തിലൊക്കെ അപേക്ഷയൊക്കെ കൊടുത്തു, കിട്ടിയില്ല. അത് കഴിഞ്ഞപ്പോൾ ചേട്ടന് അസുഖമായി. അങ്ങനെ ഇരുന്നപ്പോൾ ഈ ന്യൂനേട്ടൻ വന്നു വെച്ച് എന്നോട് പറഞ്ഞു, ചേച്ചി ഒരു വീടുണ്ട്, കിട്ടാൻ വഴിയുണ്ട്, എങ്ങനെയാ ചേച്ചിക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് സമ്മതമാണ്. ആ കുന്നേന്ന് ഇങ്ങോട്ടൊന്ന് ഇറങ്ങി പോരാൻ വേണ്ടിയിട്ട്. ചേട്ടൻ അസുഖമായിട്ട് കിടക്കായിരുന്നു. പെരപണി തുടങ്ങിയപ്പോൾ ചേട്ടൻ മരിച്ചു. പിന്നെ ഞാൻ തോപ്രാംകുടി ടൗണിൽ KR സ്റ്റോഴ്സ് എന്ന പലചരക്ക് വ്യാപാരം നടത്തി വരികയാണ് കപ്പ്യാരക്കുന്നേൽ KR രാജൻ. ന്യൂസ് 18 ഇടുക്കി. കാർഷിക മേഖലയിൽ ശ്രദ്ധേയനാണ് കോതമംഗലം സ്വദേശി PS ഗോപാലകൃഷ്ണൻ. സമ്മിശ്ര കൃഷിരീതിയാണ് ഇദ്ദേഹം അവലംബിക്കുന്നത്. ചെറുവട്ടൂരിൽ 2 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് PS ഗോപാലകൃഷ്ണന്റെ കൃഷി. റബ്ബർ, തെങ്ങ്, വാഴ, കപ്പ തുടങ്ങി വിവിധ ഇനം പച്ചക്കറികൾ, ഫലവൃക്ഷങ്ങൾ എന്നിവയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. 40ഓളം വിവിധ ഇനം ഫലവൃക്ഷങ്ങൾ ഗോപാലകൃഷ്ണന്റെ പുരയിടത്തിലുണ്ട്. 25ഓളം വിവിധ ഇനം പ്ലാവുകളും ഇവിടെ നട്ടുവളർത്തുന്നു. രാവിലെയും വൈകിട്ടുമാണ് കൃഷി പരിപാലനം. LIC ഏജന്റ് കൂടിയാണ് ഗോപാലകൃഷ്ണൻ. ശരിക്കും ലാഭനഷ്ടം നോക്കാതെ അതിലൊക്കെ ലാഭം കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബറും കപ്പയൊക്കെ ചെയ്യുമ്പോഴാണ്. പ്ലാവാണെന്നുണ്ടെങ്കിൽ വിവിധ ഇനം പ്ലാവുകളുണ്ട്, 25ഓളം പ്ലാവുകളുണ്ട്. അത് കാരണം ശരിക്കും എല്ലാ മാസവും അല്ലെങ്കിൽ ശരിക്കും 12 മാസവും ചക്കയുടെ ആവശ്യം നടക്കുന്നു. അതുപോലെ തന്നെ മിക്കവാറും അത്യാവശ്യം ഫ്രൂട്ടുകളെല്ലാം വീട്ടിലുള്ളതുകൊണ്ട് നമുക്ക് ഈ കൃഷി എപ്പോഴും എല്ലാവർക്കും കൂടെ ചെയ്യാവുന്ന ഒരു ആദായകരമായ ഒരു കാര്യമാണ്. സാമ്പത്തിക നേട്ടം മാത്രമല്ല, മനസ്സിനൊരു ഉന്മേഷം കിട്ടും. തൊഴിലും കൃഷിയും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് എങ്ങനെയെന്ന് പുതുതലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഗോപാലകൃഷ്ണൻ. ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നതിനാൽ വിഷമില്ലാത്ത പഴങ്ങളും പച്ചക്കറികളും ഉപയോഗിക്കാൻ കഴിയുന്നുവെന്നതാണ് നേട്ടം. സന്തോഷം നൽകുന്നതിനാലാണ് ലാഭനഷ്ടങ്ങൾ നോക്കാതെ കൃഷി തുടരുന്നതെന്നും ഈ കർഷകൻ പറയുന്നു. ന്യൂസ് 18 കോതമംഗലം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉന്നതരുടെ പങ്കിനെക്കുറിച്ച് അന്വേഷണം വേഗത്തിലാക്കാൻ SIT ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെയും UDF കൺവീനർ അടൂർ പ്രകാശിന്റെയും ചോദ്യം ചെയ്യൽ ഉടൻ ഉണ്ടായേക്കും. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കെ PS പ്രശാന്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വഴിവിട്ട സഹായം ചെയ്തിട്ടുണ്ടോ എന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നു. മിഥുൻ, ഈ കൂടുതൽ പേരുകളിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എത്രത്തോളം നിർണായകമാണ് ഇത്? ചോദ്യം ചെയ്യൽ ഉടൻ ഉണ്ടാകുമോ? എഴുതോ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. PS പ്രശാന്തിനെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്ത് കൃത്യമായ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശമാണ് SITക്കുള്ളത്. കാരണം ഈ 2025 ഈ ഒരു സ്വർണ്ണപ്പാളി ഈ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോയപ്പോൾ അതിലേതെങ്കിലും തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായം ചെയ്തു നൽകിയിട്ടുണ്ടോ PS പ്രശാന്ത് എന്നുള്ള കാര്യമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വിവരമാണ് SIT ചോദിച്ചറിയാൻ പോകുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന്, അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുമെന്നുള്ളത് വിവരങ്ങൾ കൂടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നിരുന്നു. അതായത് ഈ അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധമായിരിക്കും ഇത് സംബന്ധിച്ച കാര്യങ്ങളായിരിക്കും അടൂർ പ്രകാശിൽ നിന്ന് ചോദിച്ചറിയുക എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതേസമയം ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ ഈ SIT അന്വേഷണത്തിന് പകരമായ ഒരു കേന്ദ്ര അന്വേഷണം വേണം, അതായത് CBI പോലുള്ള ഒരു കേന്ദ്ര ഏജൻസി ഈ അന്വേഷണത്തിന്റെ ഭാഗമാവണമെന്നുള്ള ആവശ്യം BJPയും ഒപ്പം തന്നെ കോൺഗ്രസും ഒക്കെ ആവശ്യപ്പെട്ടിരുന്ന ഒരു സാഹചര്യം. മറ്റൊന്ന്, IB അടക്കം ഇക്കാര്യത്തിൽ ഒരു ശുപാർശ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുകയും ചെയ്യുന്നു. അതായത് രാജ്യാന്തര ബന്ധമുള്ള കേസായതുകൊണ്ട് തന്നെ ഒരു CBI പോലുള്ള ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിച്ചാലേ ഇതിന്റെ ബന്ധം കൂടുതൽ വ്യക്തമാവൂ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ രേഖപ്പെടുത്താൻ സാധിക്കൂ എന്നുള്ളത് തന്നെയായിരുന്നു അവർ മുന്നോട്ട് വെച്ച ശുപാർശ. ഇക്കാര്യങ്ങളൊക്കെ കോടതിയിൽ DGP അറിയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ സാഹചര്യത്തിൽ SIT കൂടുതൽ വിവരങ്ങൾ, ഇതുവരെയുള്ള അന്വേഷണ കാര്യങ്ങളൊക്കെ ഹൈക്കോടതി അറിയിക്കുകയും ചെയ്യും. അതായത് ഈ നിലവിലെ അന്വേഷണത്തിൽ കണ്ടെത്തിയതനുസരിച്ച് ഒരു തരത്തിലും രാജ്യാന്തര ബന്ധം ഈ കേസുമായി ഇല്ല എന്നാണ് SIT പറയുന്നത്. ഒരു അന്തർ സംസ്ഥാന ബന്ധം മാത്രമാണ് ഈ ഒരു കേസുമായി ഉള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലൊരു കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യമില്ല എന്ന നിലപാട് ഹൈക്കോടതിയെ SIT അറിയിക്കുകയും ചെയ്യും. ഇക്കാര്യത്തിൽ എന്ത് നിലപാട് ഹൈക്കോടതി സ്വീകരിക്കുമെന്നുള്ളതും നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിൽ
ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒപ്പം തന്നെ പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് SIT കടന്നിട്ടുണ്ട്. വിവിധ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ ഗൂഢാലോചന നേരത്തെ SITക്ക് ലഭിച്ച മൊഴിപ്രകാരം ഈ ഗൂഢാലോചന ഏകദേശം 6 മാസം മുമ്പ് ഈ സ്വർണം കടത്തുന്ന ആ സമയത്തിന് 6 മാസം മുമ്പ് ഇവർ ഗൂഢാലോചന നടത്തി. അതിന് ശേഷമാണ് ഇത്തരത്തിൽ സ്വർണം അവിടെ നിന്ന് നീക്കം ചെയ്തതെന്നുള്ള അടക്കമുള്ള വിവരങ്ങൾ SITക്ക് ലഭ്യമായിരുന്നു. മറ്റൊന്ന് ഈ രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടിയ ആ വ്യവസായിയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ഇവർ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഡി മണി എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ച് ചില അന്വേഷണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അയാളിൽ നിന്ന് ഈ ഒരു ഇടനിലക്കാരനാണ് എന്ന് മാത്രമേ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടുള്ളൂ. പക്ഷേ ചോദ്യം ചെയ്യലിന് ഇവിടെ ഹാജരായപ്പോൾ പോലും കൃത്യമായ ഒരു മറുപടി ഈ ഡി മണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അതൊക്കെ തന്നെ വലിയ ആശയക്കുഴപ്പം ഈ കേസിനെ സംബന്ധിച്ച് സൃഷ്ടിച്ചിട്ടുണ്ട്. നിലവിൽ ഈ തൊണ്ടിമുതലടക്കം കണ്ടെത്താൻ ഇതുവരെയും SITക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. 2 ആഴ്ചയിൽ താഴെ മാത്രമാണ് ഇനി സമയമുള്ളത്. സമയപരിധി ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നത് ഇനി ഏകദേശം 13 ദിവസം കൂടി മാത്രമേ ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ SITക്ക് നൽകിയിരിക്കുന്ന സമയം അതിപ്പോൾ അവസാനിക്കാറായിരിക്കുന്നു. ഇതുവരെയും അന്വേഷണം എങ്ങും എത്തിയില്ല എന്നുള്ള വിമർശനം നാനാകോണിൽ നിന്ന് ഉയരുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ ഉന്നതരിലേക്ക് ഈ അന്വേഷണം വ്യാപിപ്പിക്കാനുള്ളൊരു നീക്കവും SITയുടെ ഭാഗത്തുനിന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം മുൻ ദേവസ്വം മന്ത്രി കൂടിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നു. ഒരു പക്ഷേ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് വീണ്ടും അന്വേഷണം എത്താനുള്ള ഒരു സാഹചര്യം, കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത കൂടി ഈ ഒരു ഘട്ടത്തിൽ തള്ളിക്കളയാനാകില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ രാഷ്ട്രീയ കാറിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം നീങ്ങുന്നില്ല എന്ന ഹൈക്കോടതിയുടെ വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് ഇങ്ങനെ ഒരു നീക്കം SITയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും മുൻ ദേവസ്വം മന്ത്രി അടക്കം ചോദ്യം ചെയ്ത നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. എന്തായാലും കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. ഈ അതായത് ഈ സ്വർണം എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത് എന്നുള്ളതും ഒപ്പം തന്നെ ഈ പങ്കജ് ഭണ്ഡാരിയിൽ നിന്നും ഗോവർദ്ധനിൽ നിന്നും പിടിച്ചെടുത്തിട്ടുള്ള സ്വർണം അത് ഈ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള സ്വർണ്ണമല്ല എന്നുള്ളതാണ്. അത് കോടതിയിൽ ഹാജരാക്കുമ്പോൾ അതിന് എത്രത്തോളം നിയമസാധ്യത ഉണ്ട് എന്നുള്ളത് കൂടി കണ്ടറിയേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായും SITക്ക് നേരെ വലിയ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ പോലും തന്നെ അത് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു വിമർശനങ്ങൾക്ക് കൂടുതൽ ഈ സ്പെഷ്യൽ കമ്മീഷണറെ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടുമ്പോൾ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചില്ല, അതിൽ ദുരൂഹത എന്നുള്ള കാര്യത്തിലൂന്നിയാണോ ഈ പ്രശാന്തിനെ വീണ്ടും വിളിപ്പിക്കുന്നത്? പ്രശാന്ത് ഒരിക്കൽ വേറെ മറ്റ് പങ്കില്ല എന്നൊക്കെ മൊഴി നൽകിയതാണ്, ഇനി പോകേണ്ടി വരില്ല SITക്ക് മുന്നിലെന്ന് അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ വീണ്ടും ഇത്തരത്തിൽ ചോദ്യം ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ അത് കുറച്ചുകൂടി കാര്യങ്ങൾ ഗൗരവം കൂട്ടുന്നുണ്ടല്ലോ. മാത്രമല്ല ഇനി അടൂർ പ്രകാശിൻ്റെ അടൂർ പ്രകാശിൽ എന്താണ് ചോദിച്ചറിയാൻ ആഗ്രഹിക്കുന്നത്? അൽദോ ഇതിൽ 2 കാര്യമെന്ന് PS പ്രശാന്തിൻ്റെ കാര്യമെന്ന് പറയുന്നത് ചില സംശയങ്ങൾ കോടതി തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. SITക്കും ചില സംശയങ്ങളുണ്ട്. അതായത് 2025 സ്വർണ്ണപ്പാളികൾ കൈമാറിയപ്പോൾ ഈ സ്വർണം പൂശുന്നതിനുമായി ബന്ധപ്പെട്ട് സ്വർണ്ണപ്പാളികൾ കൈമാറിയപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല. അതിൽ ഏതെങ്കിലും തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൂട്ടുനിന്നോ PS പ്രശാന്ത് എന്നുള്ളത് കൂടിയാണ് SIT പരിശോധിക്കുകയും ചെയ്തത്. നേരത്തെ തന്നെ ചോദ്യം ചെയ്തപ്പോൾ ആദ്യം ഘട്ടത്തിൽ ഈ അന്വേഷണ സംഘത്തെ ഹൈക്കോടതി രൂപീകരിച്ചതിന് തൊട്ടു പിന്നാലെ ദേവസ്വം പ്രസിഡന്റിനെയും ഒപ്പം തന്നെ അംഗങ്ങളെയും മറ്റു ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടെ ഉള്ളവരുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അന്നു മുതൽ PS പ്രശാന്ത് ഈ വിഷയത്തിൽ തനിക്ക് യാതൊരുവിധ കാര്യങ്ങളെക്കുറിച്ചും അറിയില്ല. പക്ഷേ ഇക്കാര്യത്തിൽ മാത്രമാണ് ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുള്ളത്. അതായത് നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല. ഇത് ദേവസ്വം കമ്മീഷണറെ അടക്കം അറിയിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ ചില വീഴ്ച ദേവസ്വം പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ള ഒരു വിമർശനമാണ് നിലനിൽക്കുകയും ചെയ്യുന്നത്. അക്കാര്യം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് 2019 ഈ സംഭവത്തിൽ അതിന് പിന്നാലെ നടന്ന രേഖകളൊക്കെ ആരാണോ ഈ ഘട്ടത്തിൽ ദേവസ്വം പ്രസിഡന്റായിരിക്കുന്നത് അവർ ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൂടെ, അല്ലെങ്കിൽ ഈ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കാതിരുന്നു എന്നടക്കമുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായും ഉയർന്നു വരുന്നുണ്ട്. അതിനടക്കം കൃത്യമായ മറുപടി ഇത്തരത്തിൽ PS പ്രശാന്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നത്. ഒരുപക്ഷേ അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് കടന്നേക്കൂ എന്നുള്ള കാര്യങ്ങളിൽ ചില വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു നീക്കം SITയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് ഒരുപക്ഷേ ഈ കേസിന് കൂടുതൽ ബലം നൽകും. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഇടതുമുന്നണിയെ സംബന്ധിച്ച് CPM-നെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായ ഒരു കേസ് കൂടിയാണ് ഈ സ്വർണ്ണക്കൊള്ള കേസ്. അപ്പോൾ വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കുകയും ഇടതുമുന്നണിക്ക് വലിയ രീതിയിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന മേൽക്കൈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാതെ പോവുകയും
ചെയ്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് എങ്ങനെ ബാധിക്കുമെന്നുള്ള ആശങ്ക ഇടതുമുന്നണിക്കും CPM-നും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനിലേക്ക്, പ്രത്യേകിച്ച് CPM-ലെ ഏതെങ്കിലും ഒരു ഉന്നതയിലേക്ക് ഈ കേസ് എത്തിയാൽ അത് വലിയ തിരിച്ചടിയായിരിക്കും ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് നേരിടേണ്ടി വരിക. അതുകൊണ്ട് തന്നെയുള്ള ചില വിമർശനങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ ആരോപിച്ച ചില കാര്യങ്ങളുണ്ടായിരുന്നു. SITക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു. 2 IPS ഉദ്യോഗസ്ഥരാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത്. ഒപ്പം തന്നെ ഈ അന്വേഷണ സംഘത്തെ വിപുലീകരിക്കണം എന്നുള്ള ആവശ്യം SIT മുന്നോട്ട് വെച്ചിരുന്നു. അതിന്റെ ഭാഗമായി 2 CA കൂടി ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ 2 CA-മാരെയും ചുമതലപ്പെടുത്തിയതും അവരുടെ പേര് മുന്നോട്ട് വെച്ചതും ഈ 2 IPS ഉദ്യോഗസ്ഥരാണ് എന്നുള്ള ഒരു കാര്യം കൂടി പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു. പക്ഷേ അവരുടെ പേര് വെളിപ്പെടുത്താൻ ഇതുവരെയും പ്രതിപക്ഷ നേതാവ് തയ്യാറായിട്ടില്ല. അങ്ങനെ ഒരു വിവാദങ്ങളിലേക്ക് കൂടി ഈ കാര്യങ്ങൾ പോകുന്നുണ്ട്. മറ്റൊന്ന്, ഞാൻ നേരത്തെ എൽദോ സൂചിപ്പിച്ചപ്പോൾ തന്നെ അടൂർ പ്രകാശിനെ സംബന്ധിച്ച് നമുക്കറിയാം, സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട് അവരുടെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇവരുടെ കൂടിക്കാഴ്ച നടത്തുന്ന അല്ലെങ്കിൽ സോണിയാഗാന്ധിയുമായി സംസാരിക്കുന്നൊക്കെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതിൽ ഇടനില ചെയ്തത് അല്ലെങ്കിൽ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെടുത്തുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഇടനില നിന്നത് അടൂർ പ്രകാശാണോ? ഒപ്പം തന്നെ അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എത്ര കാലത്തോളം ബന്ധമുണ്ട്, അല്ലെങ്കിൽ അവർ തമ്മിൽ ഏതെങ്കിലും തരത്തിലൊരു ഡീൽ നടന്നു എന്നുള്ള ചില ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ ധ്രുവീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയങ്ങളായിരിക്കും ഒരു മൊഴിയെന്ന രീതിയിൽ അടൂർ പ്രകാശിൽ ചോദിച്ചറിയുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് നേരത്തെ തന്നെ ഈ മാധ്യമങ്ങളിലൂടെയാണ് താൻ ഈ വാർത്ത അറിഞ്ഞിട്ടുള്ളത്. തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് SITയുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുമുള്ള നോട്ടീസോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യണം ഹാജരാകണമെന്ന് വാക്കാൽ പോലും പറഞ്ഞിട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അടൂർ പ്രകാശ് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ചിലപ്പോൾ അല്ലെങ്കിൽ ഇന്നോ നാളെയോ ഒക്കെയായി ഇവരുടെയൊക്കെ ചോദ്യം ചെയ്യലിലേക്ക് എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം കടന്നേക്കുമെന്നുള്ളതാണ്. ശരി, MG വിജയനാണ് വിവരങ്ങളുമായി പങ്കുചേർന്നത്. എന്നാലും കൂടുതൽ നീക്കങ്ങളിലേക്ക് എടുക്കുകയാണ് SIT. മകരവിളക്ക് അടുത്തതോടെ ശബരിമലയിൽ തീർത്ഥാടക പ്രവാഹമാണ്. ഇന്നലെ 98,475 പേരാണ് ദർശനം നടത്തിയത്. ഇന്നും സമാനമായിട്ടുള്ള തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ്. ശബരിമല സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മകരവിളക്ക് തീർത്ഥാടനത്തിനായി നട തുറന്നതിനു ശേഷമുള്ള ഏറ്റവും വലിയ തിരക്ക്, ഇതുവരേക്കുമുള്ള ഏറ്റവും വലിയ തിരക്ക് ഇന്നലെയാണ് അനുഭവപ്പെട്ടത്. 98,000-ലധികം തീർത്ഥാടകർ ഇന്നലെ സന്നിധാനത്തെത്തിയെന്നാണ് പോലീസിന്റെ കണക്ക്. ഇന്നും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പമ്പ മുതൽ തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. പമ്പയിൽ 10 സെഗ്മെന്റുകളായിട്ടാണ് തരംതിരിക്കാനുള്ള 6 സെഗ്മെന്റ് വരെ ഇതുവരെ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിലും നിയന്ത്രണങ്ങൾ തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പമ്പയിൽ നിന്നും 10-15 മിനിറ്റ് ഇടവേളയ്ക്ക് ശേഷം മാത്രമേ സന്നിധാനത്തേക്ക് കയറ്റിവിടുകയുള്ളൂ. ഇനി സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തരുടെ നിര ഇപ്പോൾ മരക്കൂട്ടവും പിന്നിട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും വരും മണിക്കൂറുകളിൽ ഈ തിരക്ക് കൂടുതൽ തുടർന്നു കഴിഞ്ഞാൽ നിലയ്ക്കൽ നിന്ന് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അതായത് പമ്പയിൽ നിന്ന് സന്നിധാനത്തെത്താൻ നിലവിലെ സാഹചര്യത്തിൽ 7-8 മണിക്കൂർ ഭക്തർ കാത്തു നിൽക്കേണ്ട സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ദർശനത്തിന് സുഗമമായ സാഹചര്യങ്ങൾ ഇവിടെ ഒരുക്കുന്നുണ്ടെങ്കിലും ഇവിടേക്ക് എത്തിച്ചേരുവാൻ സമയമെടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വരും ദിവസങ്ങളിലും ഈ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇനി മകരവിളക്കിനോട് വളരെ കുറച്ച് ദിവസം മാത്രമാണുള്ളത്. അപ്പോൾ ആ ദിവസങ്ങളിലേക്ക് ഇവിടെ എത്തുന്ന തീർത്ഥാടകർ ഇവിടെ തന്നെ തങ്ങി പർണശാല കെട്ടി തമ്പടിച്ച് ഇവിടെ നിൽക്കുന്നൊരു സാഹചര്യമാണ് മുൻപൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം മുൻകൂട്ടി കണ്ട അത്രയും വലിയൊരു തീർത്ഥാടക ഒഴുക്ക് പ്രതീക്ഷിച്ചു തന്നെയാണ് ഇവിടെ മുന്നൊരുക്കങ്ങളും പുരോഗമിക്കുന്നത്. എന്നാലും ഇവിടെ ഇപ്പോൾ മണിക്കൂറിൽ 4,000-നും 5,000-നും തീർത്ഥാടകർ പമ്പയിൽ സന്നിധാനത്തെത്തുമ്പോൾ 18-ാം പടിയിൽ 1 മിനിറ്റിൽ 70-നും 80-നും ഇടയിൽ തീർത്ഥാടകരെ കയറ്റിവിടുന്നതാണ് പോലീസിന്റെ കണക്ക്. അതുകൊണ്ട് തന്നെ പരമാവധി വേഗത്തിൽ ഇവിടെ എത്തുന്നവർക്ക് ദർശനം നടത്താനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ടെങ്കിലും തീർത്ഥാടകരുടെ തിരക്ക് അത് വലിയ തോതിൽ തന്നെ ഉയരുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറുകളിലും വലിയ നിയന്ത്രണങ്ങൾ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തീർത്ഥാടകർക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. സന്നിധാനത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. അമേരിക്കയിൽ പുതുവർഷ രാത്രിയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്രമണത്തിന് നീക്കം നടത്തിയതായി കണ്ടെത്തൽ. തകർത്തത് FBI-യുടെ അടിയന്തര ഇടപെടലാണ്. ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട്. I'm here to announce, in partnership with the Mint Hill Police Department and the FBI, that we have foiled a terrorist attack that was planned to take place on New Year's Eve in Mint Hill, North Carolina. The defendant here is an 18-year-old named Christian Sturdivant. He has been planning this attack for about a year, but he's been planning an attack for far longer than that. He was planning this attack in support of ISIS, and we have charged him with attempting to provide material support to a foreign terrorist organization. He started
reading ISIS material, started going to ISIS websites, making TikTok videos, and eventually reached out to what he thought was a member of ISIS. In reality, was an undercover agent with NYPD in New York. അജയ് സുധാബിച്ചു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജയ്, ഈ പുതുവത്സരത്തിൽ അത്തരത്തിലൊരു ആക്രമണം ഐസിസിൻ്റെ ഭാഗത്തുണ്ടാകാൻ ശ്രമം നടത്തിയെന്ന് പറയുന്നു FBI. അപ്പോൾ എങ്ങനെയാണ് അത് തകർത്തത്? എന്തെങ്കിലും വിശദാംശങ്ങൾ പങ്കുവെക്കുന്നുണ്ടോ? എൽദോ, നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വളരെ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് വെളിപ്പെടുന്നത്. അതായത് US ഒരു കൗമാരക്കാരൻ, അയാൾ തൻ്റെ 18 വയസ്സ് മാത്രമുള്ള ഒരു കൗമാരക്കാരനായിട്ടുള്ള ക്രിസ്ത്യൻ സ്റ്റഡ്വണ്ട് എന്ന് പറയുന്ന ആളാണ് ഇത്തരത്തിൽ ISISുമായി ബന്ധം പുലർത്തി ഒരു ആക്രമണം നടത്താനായി പദ്ധതി ഇട്ടിരുന്നത്. ഇയാൾ കുറച്ച് വർഷങ്ങളായി FBIയുടെ നിരീക്ഷണത്തിലായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 2022 മുതൽ, അതായത് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ISISുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഇയാൾ കാണാറുണ്ടായിരുന്നു. ഓൺലൈൻ വഴി അവരുമായി ബന്ധം പുലർത്തിയിരുന്നു. അങ്ങനെ ആ ഒരു രീതിയിലാണ് ഇയാൾ നിരന്തരം ഈ ഒരു അതിലേക്ക് പ്രേരണ ഇയാൾക്ക് ഉണ്ടായിരുന്നത്. തുടർന്ന് ഇയാൾ കഴിഞ്ഞ ഒരു വർഷം മുൻപ് ന്യൂ ഇയറിന് ഒരു ആക്രമണം നടത്താനായി പദ്ധതി ഇടുകയായിരുന്നു. ഇയാൾ ഓൺലൈൻ വഴി തന്നെ ISISൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു അംഗവുമായി ബന്ധം പുലർത്തിയിരുന്നതായിട്ടും FBI വെളിപ്പെടുത്തുന്നുണ്ട്. ഇയാളുമായിട്ട് ബന്ധം പുലർത്തി ഇയാളുടെ നിർദ്ദേശപ്രകാരമാണ് ന്യൂ ഇയർ നടക്കുന്ന വേളയിൽ ഒരു ആക്രമണം നടത്താനായി പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ വ്യാപകമായിട്ടുള്ള ഒരു വെടിവയ്പ്പോ അല്ലെങ്കിൽ സ്ഫോടനമോ അത്തരം കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. കറുത്ത മാസ്കും അതുപോലെ തന്നെ കറുത്ത വസ്ത്രവും ധരിച്ചുകൊണ്ട് കയ്യിൽ കത്തിയും പിന്നെ ഒരു ചുറ്റികയും ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ തുടർച്ചയായി കുത്തിയും അതുപോലെ തന്നെ അടിച്ചും കൊല്ലാനായിരുന്നു പദ്ധതി. അതിനുശേഷം പോലീസിൽ പിടികൊടുത്ത് സ്വയം മരിക്കുക, ഇതായിരുന്നു ഇയാളുടെ പദ്ധതി എന്ന് പറയുന്നത്. ഇത് തന്നെയായിരുന്നു ISISന്റെ പ്രതിനിധി ഇയാൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. കൃത്യമായി പറഞ്ഞാൽ സിഡ്നിയിൽ ഒരു ആക്രമണം നടന്നിരുന്നു. 2 പേർ ആളുകൾക്ക് നേരെ വെടിയുതിർത്തിരുന്നു. ഇതുപോലെ ഒരു ആഘോഷ പരിപാടി നടക്കുന്നതിനിടെ പെട്ടെന്ന് അവർക്കിടയിലേക്ക് ഇറങ്ങി വരിക, അതിനുശേഷം അവരെ കൂട്ടത്തോടെ കൊല്ലുക, ഇത് തന്നെയായിരുന്നു നിലവിൽ US പദ്ധതിയിട്ടിരുന്നതും. എന്നാൽ ഇത് പൂർണ്ണമായിട്ടും FBI തകർക്കുകയായിരുന്നു. കൃത്യമായിട്ടുള്ള സുരക്ഷാ വിലയിരുത്തൽ, കൃത്യമായ നിരീക്ഷണം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. അതുതന്നെയാണ് അവർക്ക് ഇത് തകർക്കാനായതും. US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റാണ് FBI വേണ്ടി ഇക്കാര്യം മാധ്യമങ്ങളോട് അവതരിപ്പിച്ചത്. എന്തായാലും കൃത്യമായിട്ടുള്ള നിരീക്ഷണത്തിലൂടെ ഈ ശ്രമം തകർത്തു. നിലവിൽ ഈ 18കാരനെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. ഇനി ഇയാളെ ചോദ്യം ചെയ്യുന്നത് വഴി ഇനി മറ്റ് കാര്യങ്ങൾ കൂടി വെളിപ്പെടാനുണ്ട്. ഇയാളുമായി ബന്ധപ്പെട്ട ISISന്റെ പ്രതിനിധി, മറ്റ് കാര്യങ്ങൾ, ഇയാൾ ഏതൊക്കെ ദൃശ്യങ്ങൾ കണ്ടാണ് അല്ലെങ്കിൽ എങ്ങനത്തെ രീതിയിലാണ് ഇയാൾ ISISുമായി കൂടുതൽ അടുത്തത്, എങ്ങനെയാണ് സ്വാധീനം ഇയാളിലേക്ക് പോയത് എന്നുള്ള കാര്യങ്ങളെല്ലാം വെളിപ്പെടേണ്ടതുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും ആശങ്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. കാര്യം അമേരിക്കയിലെ ഒരു സാധാരണക്കാരനായ യുവാവ്, ഒരു കൗമാരക്കാരൻ, യുവാവ് എന്ന് പറയാൻ പോലുമായിട്ടില്ല, ഒരു കൗമാരക്കാരൻ അയാളുടെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ള വീഡിയോകളിൽ നിന്ന് ISISലേക്ക് ISISുമായി അടുക്കുക, അവരുമായി ബന്ധം പുലർത്തുക എന്ന് പറയുന്നത് ആശങ്കാജനകമായിട്ടുള്ള കാര്യം തന്നെയാണ്. റൈറ്റ്, അജയ് സുധാബിച്ചാണ് വിവരങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. കുടുംബശ്രീ 13ാമത് ദേശീയ സരസ് മേളയ്ക്ക് പാലക്കാട് ചാലിശ്ശേരിയിൽ കൊടിയേറി. തിരുത്താലയുടെ ചരിത്രത്തിൽ ആദ്യമായി അരങ്ങേറുന്ന ദേശീയ സരസ് മേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി വർണ്ണശബളമായിട്ടുള്ള സാംസ്കാരിക ഘോഷയാത്രയും നടന്നു. കരകൗശല വസ്തുക്കൾ, ആഭരണങ്ങൾ, തുണിത്തരങ്ങൾ, ഗൃഹോപകരണങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ എന്നിവ നേരിട്ട് വാങ്ങാൻ അവസരമുണ്ടാകും. കേരളത്തിലെയും ഇതര സംസ്ഥാനങ്ങളിലെയും തനത് രുചികൾ ആസ്വദിക്കാൻ സാധിക്കുന്ന മെഗാ ഫുഡ് കോർട്ട് മേളയുടെ പ്രധാന സവിശേഷതയാണ്. ചാലിശ്ശേരി മൈതാനത്ത് ജനുവരി 11 വരെ നടക്കുന്ന മേളയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. ചാലിശ്ശേരിക്ക് സ്വന്തം 13ാമത് ദേശീയ കുടുംബശ്രീ സരസ് മേളയ്ക്ക് നമ്മുടെ സമൂഹം നേരത്തെയുള്ള അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്ന് അത് കൂടുതൽ ഉയരത്തിലേക്ക് പോകാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ആധുനിക ലോകത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ശാസ്ത്ര സാങ്കേതിക വിജ്ഞാനവും ആർജിക്കാനുള്ള സൗകര്യമാണ് നമ്മളിവിടെ സംസ്ഥാനത്ത് ഒരുക്കുന്നത്. വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രതിഭകളെ മുഖ്യമന്ത്രി ആദരിച്ചു.
ദിവ്യ നായർ, റമി ടോമി, മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ, സ്റ്റീഫൻ ദേവസി തുടങ്ങിയവർ അണിനിരക്കുന്ന സംഗീത നൃത്ത നിശകൾക്ക് പുറമെ പ്രാദേശിക കലാകാരന്മാരുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും വിവിധ കലാവിഷ്കാരങ്ങളും ഓരോ ദിവസവും അരങ്ങേറും. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് ചാലിശ്ശേരിയിൽ നടക്കുന്ന ദേശീയ സരസ് മേളയ്ക്ക് അരങ്ങുണർത്തി നടന്ന സൂംബ ഡാൻസ് കാണികളെ ആവേശത്തിലാക്കി. കൂറ്റനാട് ഹാർമണി ഫിറ്റ്നസ് സ്റ്റുഡിയോ അവതരിപ്പിച്ച സൂംബ ഡാൻസിൽ നിരവധി പേരാണ് പങ്കുചേർന്നത്. 1 മണിക്കൂറോളം നീണ്ടുനിന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. ഇനി വിശേഷ ദിവസങ്ങൾ ആഘോഷിക്കുന്നവർക്കുള്ള ആശംസകളുടെ സമയമാണ്. സ്പെഷ്യൽ ഡേ സെഗ്മെന്റാണ്. ആയൂർ കരളിക്കോണം സ്വദേശികളായ അജ്മലിന്റെയും ഫാത്തിമയുടെയും മകൾ ഹെയ്സ സെഹറിന്റെ 1ാം ജന്മദിനമാണിന്ന്. സെഹറിൻ എല്ലാവിധ ആശംസയും. ആദ്യ ബർത്ത്ഡേ ആണ്. ആഘോഷിക്കുക. ബർത്ത്ഡേ വിഷസ്. രാവിലെയുടെ സമയം പൂർണ്ണമാവുകയാണ്. ഇനി കാണാം പോലീസ് പെട്രോൾ. നമസ്കാരം.